നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മീൻകറി എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ മീൻകറി ഒന്നുമല്ല കേട്ടോ, പുഴമീൻ വെച്ചിട്ടാണ് ഈ ഒരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പുഴമീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ബാലുശ്ശേരി കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന വഴി നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുഴമീൻ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പം അന്നൊന്നും അത് ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഇത്തവണ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചു. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. അടിപൊളി കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, അയ്യോ ഇനിയിപ്പോൾ പുഴമീൻ അങ്ങനെ ഇവിടെ പോകാനാണ്. നമ്മൾ സാധാരണ മീനും ഇതുപോലെ വെക്കാൻ പറ്റും കേട്ടോ. പുഴമീൻ തേങ്ങ അരച്ചിട്ട് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാൻ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുഴമീൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണ്. അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തു മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പുരട്ടി വെക്കുകയാണ്. മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ നമ്മൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 കപ്പ് തേങ്ങ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചാൽ മതി. ഭയങ്കരമായിട്ട് നന്നായിട്ട് അരയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. നമ്മൾ മുളകും മഞ്ഞളൊക്കെ പരട്ടി വെച്ച മീൻ എടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് പുളിവെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന പുളി പൊഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് നേരം വരേണ്ട ആവശ്യമില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മീനിന് വേവ് കുറവാണ്, എളുപ്പം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മീൻ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പിൻ്റെ കൂടെ ആവശ്യമായ ഒരു തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടി തിളച്ച് വരണം. അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ മീൻ കറി തിളയൊക്കെ വന്നു, മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു കറിക്ക് വേണ്ട പാകമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ താളിക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. ഇനി അപ്പോൾ അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്, 1/2 ടീസ്പൂൺ കടുക്. അപ്പോൾ ഇത് ആ കടുക് പൊട്ടി. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പുഴമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ആരും ഇതുപോലെ വെക്കാറില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പുഴമീൻ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട, സാധാരണ മീൻ വെച്ച് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്, റെസിപ്പി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.